ബോട്ടോക്സും ഫില്ലറും ഇല്ലാതെ എങ്ങനെ മുഖത്തെ ചുളിവുകൾ മാറ്റാൻ പറ്റും? ലേസർ ട്രീറ്റ്മെന്റ് ഇല്ലാതെ സ്ട്രെച്ച് മാർക്സ് ശരിക്കും മാറ്റാൻ പറ്റുമോ? അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് മെയിൻ ഒരു ഇഷ്യൂ ആണ് ഈ സെല്ലുലൈറ്റ്സ് എന്ന് പറയുന്നത്. സെല്ലുലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ബോഡിയിലെ ഫാറ്റ് പോക്കറ്റ്സ് ആയിട്ട് അവിടെ എവിടെയായിട്ട് ചെറിയ ചെറിയ കട്ടകൾ പോലെ ഫാറ്റ് ഉണ്ടാവും. അത് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും? ഇതിന് വേണ്ടിയിട്ടുള്ള സർജറി ഇല്ലാത്ത ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ESWT ആൻഡ് ക്രയോതെറാപ്പി എന്ന് പറയും. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു വീണ സിനോച്ചൽ. ഞാൻ വീണ. പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിന്ന് വന്നിട്ടുള്ളത് മാന ഹെൽത്തിൻ്റെ കലൂരുള്ള സെൻറ്ററിലാണ്. ഹലോ, എക്സ്ക്യൂസ് മീ. ഇപ്പൊ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നടക്കുന്ന ആപ്ലിക്കേഷൻ? ഇവിടെ ഇപ്പൊ നമ്മൾ ഈ പേഷ്യന്റ് ചെയ്യാൻ പോകുന്നത് എക്സ്ട്രാ കോർപ്പോറൽ ഷോക്ക് വേവ് തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ആണ്. അതായത് ESWT. അപ്പം ESWT എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഡബിൾ ചിൻ, റിങ്കിൾസ് അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്സ് റിഡക്ഷൻ അങ്ങനെ കണ്ടീഷൻസിനാണ് നമ്മൾ മെയിനായിട്ടും ESWT കൊടുക്കുന്നത്. അപ്പൊ ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവുമോ? ഇല്ല, പെയിൻ ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. പേഷ്യന്റിന്റെ കംഫർട്ടബിലിറ്റി പോലെ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യും. ഫ്രീക്വൻസി ആണെങ്കിലും ബാർ ആണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടാവോ? അങ്ങനെ നോർമലി പൊതുവേ അതിന് ഇറിറ്റേഷൻസ് ഉണ്ടാവത്തില്ല. പിന്നെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള പേഷ്യൻസിന് ചിലപ്പോൾ സോർനെസ് ഫീൽ ചെയ്തേക്കാം. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് ക്രയോതെറാപ്പി ആണെങ്കിലും കൊടുക്കും. അപ്പൊ എന്താണ് ഡോക്ടർ ഈ ESWT ആൻഡ് ക്രയോതെറാപ്പി? ESWT അഥവാ എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് തെറാപ്പി ഒരു അക്യൂസ്റ്റിക് വേവ് യൂസിങ് മെഷീനാണ്. അക്യൂസ്റ്റിക് വേവ്സ് എന്ന് വെച്ചാൽ സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സ് അതിനെ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിൽ അതിൻ്റെ ഒരു പ്രതലത്തിൽ വന്ന് തട്ടുമ്പോൾ അതൊരു വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ വൈബ്രേഷനാണ് ടിഷ്യൂയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു വൈബ്രേഷൻ, ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷൻ ടിഷ്യൂയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ടിഷ്യൂയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ ESWT ട്രീറ്റ്മെന്റ് വെച്ച് ശരിക്കും സെല്ലുലൈറ്റ് റിഡക്ഷൻ പോസിബിൾ ആയ ഒരു കാര്യമാണോ? തീർച്ചയായിട്ടും പറ്റുന്നതാണ്. ചില സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂകളിൽ അനാവശ്യമായി ഫാറ്റ് ഡെപ്പോസിറ്റഡ് ആകുന്നു. ഒരു റീസൺ ഇല്ല ചില റിങ്കിൾസ് ഫോം ചെയ്യുന്നത്, എസ്പെഷ്യലി മുട്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെയാണ് സെല്ലുലൈറ്റ് കാണുന്നത്. സോ അതിന് വളരെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ നോൺ സർജിക്കൽ ആയിട്ടുള്ള മെത്തേഡാണ് ESWT. പ്രോപ്പറായിട്ടുള്ള ഷോക്ക് വേവ്സ് ആ ഏരിയയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെല്ലുലൈറ്റ് ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യും. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ എസ്തെറ്റിക്കലി അപ്പിയറിംഗ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് വരികയും ചെയ്യും. അതുകൂടാതെ തന്നെ നമുക്ക് സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട്, ഇവാക്യുവേറ്റ് ചെയ്യുക, അങ്ങനെ പല പല ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ വളരെ സേഫായിട്ടും പ്രത്യേകിച്ച് വലിയ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെയും പുറമേ നിന്ന് ചെയ്യാവുന്ന ഒരേ ഒരു മാർഗം ഇത് മാത്രമാണ്. ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ശരിക്കും പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണോ നമുക്ക് കിട്ടുക? യൂഷ്വലി ആ ഏരിയയിൽ അത് പെർമനന്റ് ആയിരിക്കാം. പക്ഷെ സെല്ലൈറ്റ് അസ്യൂനോ ഇത് നമുക്ക് ശരീരത്തിൽ ഒരു ഭാഗത്ത് മാത്രമല്ല വരിക. അപ്പൊ ആ ഒരു ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയാണ് ഈ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാവും. ഒരു ഭാഗത്ത് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് മറ്റൊരു ഭാഗത്ത് വന്നുകൂടായില്ല. പക്ഷെ ആ റെഡ്യൂസ് ചെയ്യുന്ന ഭാഗത്ത് അത് യൂഷ്വലി ഒരു പെർമനന്റ് റിസൾട്ട് തന്നെയായിരിക്കും. ഇതിനോടൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള മസിൽ ടോണിങ് കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കും. മസിൽ ടോണിങ് ആക്ച്വലി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും മസിൽ ടോണിങ് ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ ക്രയോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ക്രയോതെറാപ്പി നമുക്കെല്ലാവരും കേട്ടിട്ടുള്ള സാധനമാണ് ഐസുമായി ബന്ധപ്പെട്ട്. ഐസ് പല ആളുകളും പല കാര്യത്തിനാണല്ലോ ഐസ് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലിനിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഈ വാസ്കുലാരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസാണ്. നമ്മളൊരു സർഫസിൽ നമ്മൾ ഐസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ക്രയോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ അതിൻ്റെ ആ സ്കിന്നിന് താഴെയുള്ള രക്തക്കൊഴലുകൾ പതുക്കെ ചുരുങ്ങാൻ തുടങ്ങും. അതിനുശേഷം നമ്മൾ ആ ക്രയോ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് ചെയ്യുമ്പോൾ ഈ രക്തക്കൊഴലുകൾ വീണ്ടും വികസിക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ഈ ചുരുങ്ങലും വികസിക്കലും അങ്ങോട്ടുള്ള രക്തഓട്ടത്തിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കും. എന്തൊക്കെ ട്രീറ്റ്മെന്റിനാണ് നമ്മൾ ക്രയോതെറാപ്പി യൂസ് ചെയ്യുന്നത്? ഡബിൾ ചിൻ റിഡക്ഷന് യൂസ് ചെയ്യാം, റിങ്കിൾസിന് യൂസ് ചെയ്യാം, സ്കാർസിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ എക്സിമ പോലുള്ള സ്കിൻ കണ്ടീഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാം, സോറിയാസിസിൽ യൂസ് ചെയ്യാം. എല്ലാ ഈ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസിനും ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് യൂഷ്വലി അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. സോ നമ്മൾ ESWT പ്ലസ് ആഡ് ഓൺ ആയിട്ട് ക്രയോ അങ്ങനെയാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ചെയ്യാൻ പോകുന്നത് ക്രയോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണ്. അപ്പം കുറച്ചും കൂടെ ആ ഒരു ഏരിയയിൽ കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടും. കുറച്ചും കൂടെ ഫാറ്റ്
ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടെക്നിക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എല്ലാ പേഷ്യൻസിനും ചെയ്യാറുള്ളത് അല്ലേ? പേഷ്യൻസിനും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് 2 സൈക്കിളായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഇതിന് പോസ്റ്റ് കെയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ചില ആൾക്കാർ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതനുസരിച്ചുള്ള മെഡിക്കേഷൻസോ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് തന്നെ ഫോളോ ചെയ്ത് പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് കൊണ്ട് ഫർദർ കോംപ്ലിക്കേഷൻസോ സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. എത്ര നാളത്തേക്ക് ശരിക്കും എടുക്കേണ്ടി വരും ഇങ്ങനെ ഒരു ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 4 days once അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ 8 സെഷൻസ് ആണ് നമുക്ക് വേണ്ടത്. ഏകദേശം ഒരു 2 മാസം ആയിരിക്കും നമുക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള കാലയളവ് എന്ന് പറയുന്നത്. എത്ര സെഷൻ കൊണ്ടാണ് ശരിക്കും ഒരു വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റുക? ചില പേഷ്യൻസ് ഫസ്റ്റ് സെഷൻസ് കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ, അതായത് 4th day ആകുമ്പോഴത്തേക്കും പേഷ്യൻസ് നല്ലൊരു ഫീഡ്ബാക്ക് പറയാറുണ്ട്. ഇപ്പം ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണൽ റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരിൽ കുറച്ചും കൂടെ ഡിലേ ആവും. അവരുടെ ആ ഒരു ഇഷ്യൂവും കൂടെ അഡ്രസ്സ് ചെയ്യണം. എന്നാലും എത്ര സമയം, അപ്പോഴും എത്ര സമയം? ബൈ ദ എൻഡ് ഓഫ് ദി സെഷൻ എന്താണെങ്കിലും ഡിഫറൻസ് എന്താണെങ്കിലും കാണും. ചില ആൾക്കാരിൽ ഇപ്പോൾ 3rd സെഷനിലായിരിക്കും, ചില ആൾക്കാർ അത് ബോഡി റിയാക്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പം നമുക്ക് ഈ ഒരു എസ്തെറ്റിക് പ്രോഗ്രാമിൽ ഇപ്പം ക്രയോയും യൂസ്ഡബിലിറ്റിയുടെയും കൂടെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഡയറ്റീഷ്യന്റെ ഒരു സപ്പോർട്ടും കൂടെ ചേർത്തിട്ടായിരിക്കും. ഇപ്പം ഹോർമോണൽ റിലേറ്റഡ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ഫുഡ് ഇൻടേക്ക് അതൊക്കെ അവർ അഡ്രസ് ചെയ്യുമ്പോൾ നല്ലൊരു ഡിഫറൻസ് എന്താണെങ്കിലും കാണും. ആൻഡ് ഈ സ്ട്രെച്ച് മാർക്സ് ആക്ച്വലി ഒരിക്കലും ഉണ്ടായി കഴിഞ്ഞാൽ വൺസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് പോവാൻ ഭയങ്കര പാടാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതിനെ എങ്ങനെയാണ്? യങ് ഏജിലാണ് ഈ സ്ട്രെച്ച് മാർക്സ് വരുന്നതെങ്കിൽ ഇത്തരം ട്രീറ്റ്മെന്റ് കൊണ്ട് സ്ട്രെച്ച് മാർക്ക് കംപ്ലീറ്റ്ലി ഇല്ലാതാകുകയില്ല, ബട്ട് മോർ അപ്പീലിംഗ് ആയിട്ട് മാറും. ഈ മെത്തേഡ് ഉപയോഗിച്ച് ശരിക്കും ഹോർമോണൽ ആക്നെയ്ക്ക് നമുക്ക് ട്രീറ്റ്മെന്റ്സ് ഉണ്ടോ? ടെമ്പററി റിഡക്ഷൻ. ഹോർമോണൽ പ്രോബ്ലംസ് യു ഹാവ് ടു കൺട്രോൾ ദാറ്റ് ഹോർമോണൽ പ്രോബ്ലംസ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്കാർസിനെ ഒക്കെ അതെല്ലാം ആ തരം മെഡിക്കൽ ട്രീറ്റ്മെന്റുകളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അതിന്റെ ഒപ്പം തന്നെ ആ അപ്പിയറൻസ്, ആ ഡിഫറൻസ് വരുന്നതിനാണ് ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 to 4 weeks കൊണ്ട് ആക്ച്വലി നല്ലൊരു റിസൾട്ടിലേക്ക് എത്തും. നമുക്ക് വിസിബിൾ റിസൾട്ടിലേക്ക് നമുക്ക് മറ്റൊരാൾക്ക് കാണുമ്പോൾ വ്യത്യാസം തോന്നുന്നത് ആ ഒരു ഇതിലേക്ക് വരാനായിട്ട് ഓൾമോസ്റ്റ് a month, 4 weeks ടൈം എടുക്കും. 1 month കൊണ്ട് അങ്ങനെ ഒരു വിസിബിൾ ചേഞ്ച് ഉണ്ടാവും. ചേഞ്ച് വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ സ്ലോ പ്രോഗ്രസിംഗ് ആയിട്ടുള്ള ആളുകളുണ്ട്, കുറച്ചുകൂടെ പെട്ടെന്നാകുന്ന ആളുകളുണ്ട്, വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്കാറുകളാണ്. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ കൂടുതൽ മാസങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ സ്കിന്നിന്റെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് ആക്ച്വലി മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും ബെനിഫിഷ്യൽ ആയിരിക്കും. അതിപ്പോൾ ഒരു സ്കാർ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ സെല്ലുലൈറ്റ് പോലെ എവിടെയെങ്കിലും അല്പം സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എക്സസ് ആയിട്ട് വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വൂണ്ട് പറ്റിയിട്ടുള്ള സ്കാറുകളിൽ, അതുപോലെയുള്ള എല്ലാത്തരം പാടുകളിലും താഴത്തെ ടിഷ്യൂമായി ഓവർ അറ്റാച്ച്മെന്റ് വരുന്ന എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡോക്ടർ മാന ഹെൽത്ത് വെയിറ്റ് ലോസ് പ്രോഗ്രാംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഈ മാന ഹെൽത്തിൻ്റെ വിവിധ ബ്രാഞ്ചുകളിൽ നമ്മൾ അക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയൽ തെറാപ്പി എന്ന ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ വെയിറ്റ് റിഡക്ഷൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതിൽ PCOD, PCOS പോലുള്ള അസുഖങ്ങളുടെ ചികിത്സ, ഫെർട്ടിലിറ്റി എൻഹാൻസ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ്, ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ടൈപ്പ് 2 ഡയബറ്റീസിലൊക്കെ നമുക്ക് ആ വെയിറ്റ് റിഡക്ഷൻ പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ, നമുക്ക് ഈവൻ ഒരു ഡയബറ്റിക് റെമിഷൻ പോലും പോസിബിളാണ്. മിനിമൽ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു സസ്റ്റൈനബിൾ ആയിട്ട് ഒരു പ്രോപ്പർ ബിഹേവിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് മാനയുടെ ഓരോ ബ്രാഞ്ചുകളിലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർവീസസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള മാന ഹെൽത്ത് സെൻ്ററിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. ഓൾസോ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല, കലൂരുള്ള ഈ ബ്രാഞ്ചിൽ മാത്രമല്ല, പെരിന്തൽമണ്ണയും കാലിക്കറ്റും ഇവർക്ക് സെൻറ്റേഴ്സ് ഉണ്ട്. സോ അവിടെയും ഈ സർവീസസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർക്ക് അവിടെയാണെങ്കിലും പോയിട്ട് കൺസൾട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.